ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നോമ്പുകാലം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ദുഃഖം പിടിച്ച മുഖമാണോ? കുരിശിൻ്റെ വഴിയും പ്രായശ്ചിത്തമൊക്കെ ഉള്ളതിനാൽ നോമ്പുകാലം ദുഃഖത്തിൻ്റെ കാലമാണെന്ന് ചിലർ വിചാരിക്കുന്നുണ്ട്. എന്നാൽ നോമ്പുകാലം സന്തോഷത്തിൻ്റെ കാലമാണ്. എങ്ങനെയെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് ശ്രവിക്കാം. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ, ഞാൻ വീണ്ടും പറയുന്നു സന്തോഷിക്കുവിൻ എന്ന്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം സുഖമായി വീട്ടിലിരിക്കുകയല്ലായിരുന്നു, അദ്ദേഹം ജയിലിലായിരുന്നു. എന്നിട്ടും അദ്ദേഹം പറയുന്നു സന്തോഷിക്കുവിനെന്ന്. ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. തമാശ കേൾക്കുമ്പോഴോ മിഠായി കിട്ടുമ്പോഴോ കിട്ടുന്ന സന്തോഷം തീർന്നു പോകും. എന്നാൽ ഈശോ നൽകുന്ന സന്തോഷം നിരന്തരമാണ്. സങ്കടം പിടിച്ച മുഖമായി നടക്കുന്നവരല്ല ഈശോയുടെ മുഖം. എല്ലാവരോടും പുഞ്ചിരിച്ചും പ്രത്യാശയോടെ നടക്കുന്നവരായ കുട്ടികളാണ് നാം. പ്രിയ കൂട്ടുകാരെ, ചില സമയത്ത് നമ്മുടെ മാർക്കുകൾ കുറഞ്ഞു പോയാലും മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞാലും നമുക്ക് സങ്കടം വരും. അപ്പോൾ നമ്മൾ തളർന്നു പോകാതെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തുന്നും നാം വിശ്വസിക്കണം. ഇന്നത്തെ നമ്മുടെ പരിഹാര പ്രവൃത്തി ഇതാണ്: ഒരു കാര്യത്തെയും കുറിച്ചും പരാതി പറയരുത് എന്ന് നാം തീരുമാനിക്കണം. ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കളി തോറ്റുപോയാലും പരാതി പറയാതിരിക്കാനും നാം ശ്രമിക്കണം. കൂടാതെ ഇന്ന് കാണുന്ന എല്ലാവരോടും നമ്മൾ ഒരു മനോഹരമായ പുഞ്ചിരി സമ്മാനിക്കണം.